അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ നസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله دين الهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم ആയിഷ അലി മരണത്തിന് മുൻപ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയുമോ? മരണത്തിന് വല്ലാത്തൊരു വേദനയാണ്. മരണവേദന കുറച്ചു തരാൻ വേണ്ടിയിട്ട് നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ആയിഷ ബീവിയോട് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ മരണത്തിന്റെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ 10 സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ മതി. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് മികായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മികായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മൻ സല്ലല്ലാ അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് ചൊല്ലിയാൽ അനാതിഉ മിൻ ഹൗലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും ഒരാൾ 10 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അയാളെ ഞാൻ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് മികായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് കടന്നു വന്നത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ ആരെങ്കിലും 10 സ്വലാത്ത് എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഉ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും ഒരാൾ 10 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് കിടക്കും. ഏതുവരെ എന്നറിയുമോ? ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു, അയാളുടെ സകല ഭാവങ്ങളും തുറക്കപ്പെടുന്നത് വരെ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമെന്ന്. വളരെ വിശാലമായ വിഷയമാണ്, പക്ഷെ വളരെ ചുരുക്കിയിട്ട് പറയാം.